കർണാടക പോലീസ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനേഷ് കോടിയേരി അറസ്റ്റ് ചെയ്തു. അദ്ദേഹം കുറച്ചു കാലം പരപ്പന അഗ്രഹാര ജയിലിൽ സർക്കാരിൻ്റെ ആതിഥ്യം അനുഭവിച്ച് അവിടെ ജീവിക്കുന്നു. 2 കൊല്ലത്തോളം കിടന്നു. അപ്പോൾ ഇത് ഈ മകൻ്റെ പേരിൽ വന്ന ആരോപണം പാർട്ടി സെക്രട്ടറിക്ക് കൂടി അപമാനമാണ് എന്ന് തോന്നിയുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി നിർബന്ധിച്ച് അവധിയെടുപ്പിക്കും. അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കും. ചുമതല വിജയരാഘവൻ സഖാവിനെ ഏൽപ്പിക്കും. അങ്ങനെയാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് അദ്ദേഹം പാർട്ടി ഈ ബിനേഷ് കോടിയേരി ജാമ്യം കെട്ടി പുറത്തു വന്നതിന് ശേഷമാണ് ബാലകൃഷ്ണൻ സഖാവ് വീണ്ടും പാർട്ടി സെക്രട്ടറിയുടെ ചുമതല ഏറ്റെടുത്ത്. പിന്നെ അധികം വൈകാതെ അദ്ദേഹം മരിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രങ്ങൾ പാർട്ടിയിലുണ്ട്. വേറെ പല നേതാക്കന്മാർക്കെതിരെ വെറും സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുത്ത് പുറത്താക്കിയ പാർട്ടിയല്ലേ. ചാത്തുണ്ണി മാസ്റ്റർ എന്ന് പറഞ്ഞ വലിയൊരു നേതാവുണ്ടായിരുന്നു, കെ ചാത്തുണ്ണി മാസ്റ്റർ. EMSും AKG കഴിഞ്ഞാൽ പിന്നെ മലബാർ ഭാഗത്ത് ഏറ്റവും ഗംഭീരനായ നേതാവായിരുന്നു. അദ്ദേഹത്തെ എങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്? എന്തിനാണ് പുറത്താക്കിയത്? വളരെ നിസ്സാരമായ ഒരു സാമ്പത്തിക ആരോപണം ഉന്നയിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ തകർക്കുക, അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അദ്ദേഹം പിന്നെ അധികം വയ്യാതെ മരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകളെ പുറത്താക്കിയും അവരുടെയൊക്കെ ശാപം ഈ പാർട്ടിയുടെ തലയ്ക്ക് മീതെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആളുകൾ അനുഭവിച്ചിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ 10 കൊല്ലം കേരളത്തിൽ ഏക ഛത്രാധിപതിയായിട്ട് ഭരിച്ച ആളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ ഭരണം കഴിഞ്ഞ് 10-ാം ദിവസം എൻഫോഴ്സ്മെൻറ്റുകാരെ അന്വേഷിച്ചു വന്നിരിക്കുകയാണ്. അത് ഹൈക്കോടതിയുടെ സ്റ്റേ ഉണ്ടായിരുന്നു. സ്റ്റേ വെക്കേറ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ റെയ്ഡ് തുടങ്ങി. അപ്പോൾ ഇതാണ് സംഗതി. ഇതൊക്കെ ഒരുപാട് കാലം ആളുകളെ പറ്റിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. ഈ മാർക്സിസം ലെനിനിസത്തിൻ്റെ പേരിൽ ഇദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപത്യവും മരുമോനിസവും നടപ്പാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് പാർട്ടി ഇങ്ങനെ ആയിപ്പോയത്. അതിന് പാർട്ടിക്കകത്തുള്ള കുറേ ആളുകളിങ്ങനെ ജയ പാടി. പക്ഷേ പൊതുജനങ്ങളെ മുഴുവനും പറ്റിക്കാൻ പറ്റുകയില്ല എന്നുള്ളത് കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, വ്യക്തമായി. അതാണ് ഇപ്പോൾ സംഭവിച്ച് പാർട്ടി ഇപ്പോൾ 35ലേക്ക് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ പൊതുവിൽ സാമാന്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. സാർ, ഇപ്പോൾ ഇത് വെളുക്കാൻ തേച്ചത് പാണ്ടാകും എന്നൊരവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത്? ഈ അക്രമ പ്രതിഷേധ രീതി അത് വളരെ സീരിയസ് ആയിട്ടാണ് ED എടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അന്വേഷണം കൂടുതൽ കടുപ്പിച്ചേക്കുമെന്നും അറിയുന്നുണ്ട്. വീണ വിജയനെതിരെ ഇനി കൂടുതൽ കുരുക്ക് വേഗത്തിൽ മുറുക്കാനുള്ള സാധ്യതയാണോ കാണുന്നത് അങ്ങ് ഈ കേസുമായി ബന്ധപ്പെട്ട്? അല്ല, എൻഫോഴ്സ്മെൻറ്റുകാർ ഈ വിഷയത്തിൽ വളരെ താല്പര്യത്തോട്ടാണ് നിൽക്കുന്നതെന്നുള്ളതിനും വ്യക്തമുള്ളൂ. കാരണം ചൊവ്വാഴ്ച സ്റ്റേ വെക്കേറ്റ് ചെയ്തു. ബുധനാഴ്ച കാലത്തെ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് റെയ്ഡ് നടന്നു. അപ്പോൾ അവർ 2 കൽപ്പിച്ചാണ്. പിന്നെ ഈ തിരുവനന്തപുരത്തുള്ള ഏതാനും ലുച്ചാന്മാർ കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ കാറിൻ്റെ ചില്ല് തല്ലി പൊട്ടിച്ചുകൊണ്ടോ പിന്തിരിഞ്ഞ് പോകുന്നവരല്ലല്ലോ എൻഫോഴ്സ്മെൻറ്റുകാർ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വേണ്ട. അവർ 2 കൽപ്പിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവർ അതിന് 2-1 കണ്ടിട്ടേ തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അനാവശ്യമായിട്ട് ഈ എൻഫോഴ്സ്മെൻറ്റുകാരെ പ്രകോപിപ്പിക്കുക കുടിച്ചു. അത് ചെയ്തുകൊണ്ട് പൊളിറ്റിക്കലായിട്ട് വല്ല മൈലേജ് ഉണ്ടായോ? അതുകൊണ്ടില്ല. ആളുകളെ കൂടുതൽ വെറുപ്പിച്ചു എന്ന് മാത്രമല്ല, CPMകാർ എന്ത് ചെയ്യാൻ പഠിക്കാത്ത ഗുണ്ടകളാണ് എന്നൊരു മെസ്സേജ് കേരളത്തിൽ മാത്രമല്ല അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കൂടി ഉണ്ടായി. ഇത് മറ്റേ വാർത്താ ചാനലുകളൊക്കെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ മാത്രമല്ല, നാഷണൽ ചാനലുകളടക്കം ഇവരുടെ കോപ്രായം ഈ പൊറാട്ട് നാടകം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CPMനെ കുറിച്ച് പൊതുവെയുള്ളൊരു ധാരണ എങ്ങനെയായിരിക്കും അതാലോചിക്കട്ടെ. അപ്പോൾ ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷക്കാർ, പ്രത്യേകിച്ച് CPM, അവരുടെ തന്നെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്കിപ്പോൾ ചുരുക്കി പറയാവുന്ന ഒരു കാര്യം.